നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കോളിയും മുട്ടയും കൂടെ ഉള്ള ഒരു തോരനാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കിയ ബ്രോക്കോളി, മുട്ട, കറിവേപ്പില, തേങ്ങ ചുരണ്ടിയത്, പച്ചമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അത് എരിവ് വേണ്ടവർക്കിടാനാണ്. നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കാം. സവാള ഒരു 3 എണ്ണം ചെറുത്, അത് നമുക്ക് പൊടിയായിട്ട് അരിയണം. ആദ്യം നമുക്ക് ഇതുപോലെ അടത്തി മാറ്റാം. എന്നിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ അടത്തി ഓരോന്ന് മാറ്റിയിട്ട് ആദ്യം ഇതിൻ്റെ തണ്ട് വേണമെങ്കിൽ ചോപ്പറിലോ അല്ല കൈകൊണ്ടോ അരിയാം. ചോപ്പറിൽ അരിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇത് പൊടിയായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ അരിയാൻ പറ്റും. ചോപ്പറിലിട്ടും ചെയ്യാം. തണ്ട് ഇതുപോലെ ഇത്തിരി കുറച്ച് മുഴുത്താണെങ്കിൽ രണ്ടായിട്ടൊന്ന് പൊളന്നതിന് ശേഷം കൈകൊണ്ട് അരിയോ ചോപ്പറിലിട്ട് ചെയ്യോ. കാരണം തണ്ടിന് ഇച്ചിരി വേവുള്ളതുകൊണ്ട് അത് നമ്മൾ ആദ്യം ഇടേണ്ടി വരും. അതുകൊണ്ട് ചെറുതായിട്ട് അരിയുക. നമുക്ക് ബ്രോക്കോളി ഉണ്ടാക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇതിന് ഞാൻ പൊട്ടിക്കാറില്ല. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റ് വരും. ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കാം. നമ്മൾ സവോള വഴറ്റാൻ പോവാണ്. ചെറുതാക്കി അരിഞ്ഞ സവോളയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവോള പകുതി വാടി വരുമ്പം നമുക്ക് ഈ ബ്രോക്കോളിയുടെ തണ്ട് ഇട്ട് കൊടുക്കാം. അതിന് സ്വല്പം വേവ് കൂടുതലുണ്ട്. തണ്ടും ഈ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓരോന്ന് ഇടുമ്പോഴും കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും കയറി പിടിക്കും നല്ലപോലെ ഓരോന്നിലും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഈ സവോളയും ഇതിൻ്റെ തണ്ടും പച്ചമുളകും എല്ലാം നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. നമുക്കിനി മൂടിയെ മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുമാതിരി വെന്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക. നമ്മളെ എടുത്തു വെച്ചിരുന്ന മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് ഇച്ചിരി കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ കരിയാതെ ഈ തേങ്ങാപ്പീരയായിട്ട് നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക. നല്ലപോലെ എല്ലാം കൂട്ടി യോജിപ്പിക്കുക. തേങ്ങാപ്പീരയും മുട്ടയും തണ്ടും പച്ചമുളകും ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ എല്ലാം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. മുട്ടയുടെ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. നല്ലപോലെ ചിക്കി ചെറുതാകത്തക്ക രീതിയിൽ നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെല്ലാത്തിനും കുറേശ്ശെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോരാത്ത ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നല്ലപോലെ എല്ലാം കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് എരിവിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
നല്ലപോലെ എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് മൂടിയെ മാറ്റി നോക്കാം. നമ്മുടെ ബ്രോക്കലി മുട്ടയും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗരം മസാല ആഡ് ചെയ്യുവാണെങ്കിലും ഒരു 2 നുള്ള് ആഡ് ചെയ്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ലാസ്റ്റേ ചേർക്കാവുള്ളൂ. ഗരം മസാല ചേർക്കുന്നവർ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വാങ്ങാം. ബ്രോക്കലിയും മുട്ടയും കൂടെ ഉള്ള തോരൻ റെഡി ആയിട്ടുണ്ട്.